ഹായ്, രാവിലത്തെ വ്യായാമം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കലാന്ന്. സോറി, രാവിലത്തെ വ്യായാമമല്ല, സമയം 10 മണിയായി. ഞാൻ വേറെ പോയിട്ട് ഇപ്പോൾ എത്തിയ, അതുകൊണ്ട് വ്യായാമം ചെയ്യാൻ ലേറ്റായി. പിന്നെ തടി വേർപ്പിക്കാത്ത ഒരു പരിപാടിയില്ല കേട്ടാ. കൃത്യമായി എല്ലാ ദിവസവും തടി വേർത്തില്ലേ കണ്ടല്ല, കുറച്ച് കഴിയുമ്പോൾ തടിക്ക് പണി കിട്ടും. അതുകൊണ്ട് ആരോഗ്യം നന്നായിട്ട് നോക്കുക എന്നുള്ളത് നമ്മളെ കടമയാണ്. ഞാൻ പേടിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഷോപ്പിലേക്ക് ഒരു 3 സെയിൽസ്മാൻമാർ വേണം, മാനേജർ വേണം, പിന്നെ നല്ലൊരു വീഡിയോ എഡിറ്ററെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണേ. അപ്പോൾ എന്നെപ്പോലെ ഈ ആരോഗ്യം നോക്കുന്ന ആൾക്കാർക്ക് മുൻഗണന വേറൊന്നുമല്ല. ആരോഗ്യം നോക്കുന്നവരുണ്ടല്ല, അവർ പണിയും കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ആവശ്യമുള്ള നല്ല ഉത്തരവാദിത്വ ബോധമുള്ള, അധികം ലീവൊന്നും എടുക്കാണ്ട് ഷോപ്പിനോട് കൂടുതലുള്ള ആളെ നമുക്ക് ആവശ്യം. അപ്പോൾ എന്നെപ്പോലെ ശരീരം നോക്കുന്നവർ തീർച്ചയായും അവരവരെ പണി നോക്കും. ഉത്തരവാദിത്വ ബോധം എന്തായാലും കൂടുതലായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ജീസസ് സ്കൂളിലേക്ക് വേണ്ടേ. അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക്, നമ്മളെ ജീസൻസ് ഫാമിലിയിലേക്ക് കൂടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലല്ല, മുകളിലത്തെ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങൾ എപ്പോഴാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല മിടുക്കന്മാർ, സത്യസന്ധന്മാരെ ഏറ്റവും പ്രധാനം, അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ജീസൻസ് സ്കൂളിലേക്ക് വേണം. നമ്മളപ്പുറം കൂടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്നും പേടിക്കണ്ട. കാരണം സാലറി കാര്യം ഒന്നും ഒരു വിഷയമല്ല. നിങ്ങളെ കഴിവിനനുസരിച്ചുള്ള സാലറിയാണ് ഞാൻ തരിക. എന്തായാലും അത് കുറയില്ല, നിങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി കൂടുതൽ എന്തായാലും ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലത്തെ ആളാങ്ങണ്ടല്ല, നിങ്ങൾക്ക് ജീസൻസ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഓക്കെ, ബൈ.